അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ കയറി വന്ന വഴിയാണിത്. ടോട്ടൽ 575 സ്റ്റെപ്പുകളാണ് ഈ വഴിയിലുള്ളത്. വഴിയാണെന്ന് വെച്ചാൽ വളഞ്ഞ് പൊളഞ്ഞ് പാറകൾക്കിടയിൽ കൂടെയാണ്. ആ കാണുന്നത് തുംഗഭദ്ര നദിയാണ്. തുംഗഭദ്ര നദിയുടെ മറുവശത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് അഞ്ജനാദ്രി ഹിൽ എന്നാണ്. ഹനുമാന്റെ ജന്മസ്ഥലം ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അനഗുന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അഞ്ജനാദ്രി ഹില്ലുള്ളത്. ഹംപിയിൽ തന്നെ മറ്റൊരു സൺറൈസ് സൺസെറ്റ് പോയിന്റ് കൂടിയാണ് ഈ ഒരു ഹില്ലെന്ന് പറയുന്നത്. ചെറിയൊരു അമ്പലവും നല്ലൊരു സൺറൈസ് ഒക്കെ കൂടിയായിട്ട് ഒരു അടിപൊളി സ്പോട്ട് കൂടിയാണ് ഈ ഒരു സ്ഥലം. ഹംപിയിൽ നിന്നും 21 കിലോമീറ്ററാണ് ഈ ഒരു ഹിൽസിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഹംപിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു 4 മണി 5 മണി ടൈമിലൊക്കെ തിരിക്കാൻ പറ്റിയാൽ സൂര്യോദയത്തിന് മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ തുംഗഭദ്ര നദിയുടെയും ഹംപിയുടെയൊക്കെ ഒരു വിദൂര കാഴ്ച നല്ല മനോഹരമായി കാണാൻ പറ്റുന്നതാണ്. ഇവിടെ എത്തുന്നത് വരെ വായു ഭഗവാന്റെ പുത്രനാണ് ഹനുമാൻ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു സ്റ്റോറി ഒന്ന് ഇവിടെ എത്തിയതിനു ശേഷമാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും ശിവപാർവതിമാരുടെ പുത്രനാണ് ഹനുമാൻ. ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശിവനും പാർവതിയും വാനര രൂപം സ്വീകരിച്ച് വനത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് പാർവതി ദേവി ഗർഭം ധരിക്കുകയും ചെയ്തു. പക്ഷെ വാനര രൂപത്തിലായതിനാൽ തന്നെ ആ ഒരു കുഞ്ഞും വാനരനായിരിക്കും എന്നുള്ളതിനാൽ ദേവിക്ക് അതൊരു വിസമ്മതമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ശിവൻ വായുദേവനോട് പറഞ്ഞു, ഈ ഒരു കുഞ്ഞിന് ഭൂമിയിലേക്ക് ജനിക്കാൻ ഒരു തക്കതായ ഒരു മാതാവിനെ കണ്ടെത്തണം എന്ന് പറയുകയും ആ ഒരു ഗർഭത്തെ ശിവന്റെ ശക്തിയാൽ പുറത്തെടുക്കുകയും അത് വായുദേവൻ സ്വീകരിക്കുകയും ഭൂമിയിൽ കിഷ്കിന്ധ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ വാനര രാജാവിന് പുത്രഭാഗ്യമില്ലാതിരിക്കുകയും രാജ്ഞിയായ അഞ്ജന പുത്രഭാഗ്യത്തിനായി തപസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്ത് വായുദേവൻ അഞ്ജനയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ശിവപാർവതിമാരുടെ വീര്യമായ ഈ കുഞ്ഞിനെ അഞ്ജനയിൽ നിക്ഷേപിക്കുകയും അങ്ങനെ വാനര രാജ്ഞിയായ അഞ്ജന ഇവിടെ വെച്ച് ഹനുമാന് ജന്മം നൽകുകയും ചെയ്തു എന്നാണ് ആ ഒരു സ്റ്റോറി. ഹനുമാൻ ജനിച്ചത് ഈ ഒരു ഹിൽസിലായതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ ഒരു ഹിൽസ് അഞ്ജനാദ്രി ഹിൽസ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒട്ടനവധി പുരാണ കഥകളാലും ഒരുപാട് ക്ഷേത്രങ്ങളാലും പ്രകൃതി ഭംഗിയാലും ഒക്കെ സമ്പന്നമായൊരു നാടാണ് ഹംപിയും ഈ ഒരു അനഗുന്തി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമൊക്കെ. അതുകൊണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഈ ഒരു കഥകളൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം.